കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതായിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ കിടക്കാൻ സ്ഥലമില്ല. 50 പേർ കിടക്കുന്നിടത്ത് 150 പേർ കിടക്കുകയാണ്. കട്ടിലിന്റെ താഴെ മാത്രമല്ല, കട്ടിലിന്റെ അടിയിൽ കിടക്കുകയാണ്. എത്ര ആളുകളാണ് ആശുപത്രി അധികൃതരുടെ ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇവർ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. കുട്ടികൾ സമരം ചെയ്തപ്പോൾ അവര് ഈ ജലപീരങ്കി അടിച്ചു. മസ്തിഷ്ക ജ്വരം കേരളം മുഴുവൻ, തിരുവനന്തപുരത്താണ് അതേ നമ്പർ 1. 41 പേർ മരിച്ചു. ചെളിവെള്ളമാണ് അടിച്ചത്. മറുപടി പറയൂ സർക്കാരെ.
മുന്നേ ഇത്തിരി പറഞ്ഞോണ്ട് വരാം. ആ മതി മറുപടി പറയൂ സർക്കാര്. ചികിത്സയുടെ പേര് പറഞ്ഞ് പാവം രോഗികളെ മുഴുവൻ കൈക്കൂലിയാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ പട്ടിയെ നായ നോക്കുന്നത് പോലെയാണ് അവിടുത്തെ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ നോക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണിത്. മെഡിക്കൽ കോളേജുകളിൽ പോയാൽ, ഇന്നത്തെ ഭരണത്തിന്റെ സംവിധാനത്തിൽ ആശുപത്രികളിൽ പോയാൽ പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കുന്നില്ല. പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. ആ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോയാലത്തെ സ്ഥിതി കേരളത്തിൽ നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഹൃദയം തകർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെ കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ല, കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാണ്. ICU യൂണിറ്റ് അഡ്മിറ്റ് ചെയ്യേണ്ട രോഗി, അയാൾക്ക് സ്ട്രോക്ക് വന്ന രോഗിയാണ്. എത്ര ദിവസം, 6 ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ദുര്യോഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യ വകുപ്പിൽ? എന്ത് പറഞ്ഞിരുന്നാലും മന്ത്രി എന്താ ആ സ്ത്രീ പറഞ്ഞതെന്താ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞത്? ഇനി എന്ത് റിപ്പോർട്ട്? മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ത് റിപ്പോർട്ടാ? എന്ത് സംഭവം ഉണ്ടായിരുന്നാലും ഈ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ചോദിക്കുക. ആ റിപ്പോർട്ടുകളെല്ലാം കൂടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ മതി. എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നടപടികൾ സ്വീകരിച്ചു? എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? പാവപ്പെട്ട ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അനാഥമായി 2 പെൺകുട്ടികൾ. ചോദിക്കാൻ ആളുകളുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ വാർത്തകളിൽ നിന്ന് അത് പോകും. കുടുംബം അനാഥമായി. എത്ര കുടുംബങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ നെറികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട്, ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര ആളുകളാണ് കേരളത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഈ അശ്രദ്ധയോടുകൂടി ഈ കൈകാര്യം ചെയ്ത ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, നടപടി സ്വീകരിക്കണം മന്ത്രി. ഈ കാര്യത്തിൽ മന്ത്രി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇത്രയധികം നിരുത്തരവാദപരമായ സമീപനമെടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു. റിപ്പോർട്ട് വാങ്ങി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മന്ത്രി വീണ ജോർജ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന മന്ത്രിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. രാജിവെച്ച് പുറത്തു പോകണം, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതായിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ കിടക്കാൻ സ്ഥലമില്ല. 50 പേർ കിടക്കുന്നിടത്ത് 150 പേർ കിടക്കുകയാണ്. കട്ടിലിന്റെ താഴെ മാത്രമല്ല, കട്ടിലിന്റെ അടിയിൽ കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളിന് വേണ്ടി ഇതുപോലെ ഒരു കുട്ടി എന്നെ വിളിച്ചു. മകളാണ്, കിഡ്നി രോഗമുള്ള രോഗി, ഹാർട്ട് അറ്റാക്ക് വന്നു. 5 മണിക്ക് അഡ്മിറ്റ് ചെയ്ത് രാത്രി 12 മണിയായിട്ട് ഒരു മനുഷ്യൻ പോയി തിരിഞ്ഞു നോക്കിയില്ല. കേശവൻ എന്നാണ് രോഗിയുടെ പേര്. ആ കുട്ടി വളരെ പ്രയാസത്തോടു കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർമാരില്ല. ഇത് വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്ത വേണു. ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആയപ്പോൾ ഒരു മനുഷ്യനില്ല. ഞായറാഴ്ച ആയാൽ ആശുപത്രിയുടെ സ്ഥിതി അറിയാമല്ലോ. ഒരു മനുഷ്യനില്ല.
തിങ്കളാഴ്ച വന്നു, ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇദ്ദേഹം അവിടെ കിടന്ന് വിളിക്കുകയാണ്. ചോദിക്കുമ്പോൾ എന്റെ വകുപ്പല്ല, ഞാൻ നോക്കുന്ന രോഗിയല്ല. എന്ത് മനുഷ്യത്വം മരവിച്ച ഒരു ആരോഗ്യ വകുപ്പിലെ സംവിധാനങ്ങൾ. എല്ലാ ഡോക്ടർമാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. നിങ്ങളും ആശുപത്രിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ യൂണിഫോം ഇട്ട ജീവനക്കാർ ഒരക്ഷരം മറുപടി പറയില്ല. പാവപ്പെട്ടവനാണ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമീപനമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി. ആ മെഡിക്കൽ കോളേജ് തുടങ്ങിയിരുന്നു എങ്കിൽ ഈ ആളുകളെ തറയിൽ കിടക്കേണ്ടി വരുമായിരുന്നു. കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ? 10 വർഷമായി 1000 കുട്ടികൾക്ക് MBBS പഠിക്കാമായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ്, തൈക്കാട് ആശുപത്രിയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും ചേർന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുക. കേന്ദ്രമന്ത്രി നഡ്ഡ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത്, എന്ത് കാരണമാണ്? ഓരോ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രിമാരും പോയി മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടാൻ അവിടെ കാത്തുകെട്ടി കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആദ്യം എടുത്ത തീരുമാനം തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ട എന്നൊരു തീരുമാനമെടുത്ത ഈ ഗവൺമെന്റ്. അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇതുപോലെയുള്ള പാവപ്പെട്ടവൻ അനുഭവിക്കുന്നത്. ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. ആശുപത്രിയിൽ പോയാൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊരു ഡോക്ടർ ഹാരിസ് പറഞ്ഞതെന്താ, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എക്യുപ്മെന്റ് ഇല്ല, അവിടെ പഞ്ഞി പോലുമില്ല, മരുന്ന് പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ആണ്. അവൾ അവിടെ നിൽക്കുകയാണ്. ആരോഗ്യ മേഖല കേരള രാജ്യത്തിന് ഏറ്റവും നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് PR ഏജൻസികളെ വെച്ച് പ്രചരണങ്ങൾ നടത്തിയാൽ മതിയോ? കാര്യങ്ങൾ ചെയ്യണം. കാര്യങ്ങൾ പറയുന്നവരെ കുറ്റപ്പെടുത്താതെ, അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ, പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടുകൾ, വലിയ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത വേണുവിനെ പോലെയുള്ള ആളുകൾ, എത്ര ആളുകളാണ് ആശുപത്രി അധികൃതരുടെ ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇവർ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. മന്ത്രി അവരുടെ വീട്ടിൽ പോകണം, ഗവൺമെന്റ് തയ്യാറാകണം. ആ കുടുംബത്തിൽ 2 പെൺകുട്ടികളുണ്ട്, അവിടുത്തെ കുടുംബത്തിൽ ഒരാളിന് ജോലി കൊടുക്കണം. 25 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. ആ സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് തിരിച്ചു വരാൻ കഴിയില്ല എങ്കിൽ പോലും ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മനുഷ്യത്വം നഷ്ടപ്പെട്ട ഈ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി നമ്മൾ ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ പിടിപ്പുകേടുമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായി കോൺഗ്രസും UDF-ഉം യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ 4-5 പേരുണ്ട്. പക്ഷെ അവര് ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കുട്ടികൾ സമരം ചെയ്തപ്പോൾ അവര് ഈ ജലപീരങ്കി അടിച്ചു. മസ്തിഷ്ക ജ്വരം കേരളം മുഴുവൻ, തിരുവനന്തപുരത്താണ് അത് നമ്പർ 1. 41 പേർ മരിച്ചു. ചെളിവെള്ളമാണ് അടിച്ചത്. അവിടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം. 41 പേർ മരിച്ചു. അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താരോഗ്യ വകുപ്പാ? തോടുകൾ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പാർവതി പുത്തനാറ്, കിള്ളിയാറ്, ആമഴഞ്ചാൻ തോട്, എത്ര എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഗവൺമെന്റ്? അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കുട്ടികളെ അടിക്കുകയാണ്. ആ മസ്തിഷ്ക ജ്വരം 41 പേർ മരിച്ചു. ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിപ്പ വന്നു. ബംഗ്ലാദേശ് പോലും ഉറവിടം കണ്ടെത്തി. കേരളത്തിൽ ഇതുവരെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി അതിനുപരിയായി ഇല്ലാത്ത രോഗം പകർത്തുന്ന ഈ ജലപീരങ്കി ഇനിയെങ്കിലും കുട്ടികൾക്കെതിരായി സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം നടത്തുന്ന ഈ സമരം അതിശക്തമായി എത്ര നിങ്ങൾ ജലപീരങ്കി അടിച്ചാലും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
ഈ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ജോയിന്റ് കൗൺസിലിന് നിർബന്ധമായത്.